ഗൈസ് ഇന്ന് നമ്മുടെ ഒരു 7500 രൂപ ഇവൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ കുറച്ചുകൂടി പോട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇതേപ്പോൾ അവസാനം നൂല് കണ്ടു. അപ്പോൾ നൂല് കണ്ടപ്പോൾ എന്തായാലും ടയർ മാറാൻ തന്നെ വിചാരിച്ചു. പക്ഷെ മാറുമ്പോഴാണെങ്കിലോ ഫ്രണ്ടും ബാക്കും മാറണം, രണ്ടും കഴിഞ്ഞിരിക്കുക. ടയറിന്റെ കോലം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ടയർ മാറാൻ വേണ്ടി വന്നിട്ടുള്ളത് തൃശ്ശൂർ പുത്തൂർ പമ്പിനോട് ഓപ്പോസിറ്റ് ഉള്ള മഞ്ഞളി ടയേഴ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് ടയറൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ സിഎന്റെ ടയറാണ് എടുത്തിരുന്നത്. ഫ്രണ്ടും ബാക്കും മാറേണ്ട കാരണം തന്നെ നമുക്ക് ഒരുപാട് പൈസ ഒന്നും ടയർ മാറാനില്ല. അപ്പോൾ സിഎന്റെ അത്ര മോശം ടയർ ഒന്നല്ലല്ലോ. അപ്പോൾ നമ്മൾ സിഎന്റെ ആണ് ഫ്രണ്ടും ബാക്കും ടയർ ഇട്ടോ, സെയിം പാറ്റേൺ തന്നെ. അപ്പോൾ സിഎന്റെ ടയർ ഉപയോഗിക്കുന്ന മച്ചന്മാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതായത് നമ്മുടെ ബാക്ക് ടയർ അവർ മാറിക്കൊണ്ട് വെക്കുന്നുണ്ട്. ബാക്ക് ടയർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫ്രണ്ട് ടയർ കൂടി മാറണം. അപ്പോൾ നമ്മൾ ബാക്കിൽ 150 ഫ്രണ്ടിൽ 110 ഓട്ടോ സൈസ് തോന്നുന്നത്. അതാകുമ്പോൾ നമുക്ക് വണ്ടി കുറച്ചുകൂടി ലുക്കായിരിക്കും നമുക്ക് ടയർ സൈസ് കൂടുമ്പോൾ. സാധാരണ 140 ആണ് എല്ലാവരും ഇടാറ്. അതുപോലെ തന്നെ ബാക്കിൽ 160 ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ കൂടി മാറി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 7500 രൂപ പോയപ്പോൾ എനിക്ക് സമാനമായി അവന് സമാനം.